നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ 4ാമത്തെ ലെസൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് 3 ലെസൺ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അത് കൂട്ടുകാർ കണ്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ 4ാമത്തെ ലെസന്റെ പേരാണ് വിത്തിനുള്ളിലെ ജീവൻ. അപ്പൊ നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. വിത്ത് മുളയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? വിത്ത് മുളയ്ക്കാനായിട്ട് വായു വേണം, ജലം വേണം, അനുകൂല താപനില എന്നിവ വേണം. ഇനി ഈ വിത്ത് മുളച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വേണം? ആ വിത്തിനും വളരാനായിട്ട് എന്തൊക്കെ വേണം? സൂര്യപ്രകാശം വേണം, മണ്ണ് വേണം. ഇനി ഈ വിത്തിലേക്ക് എങ്ങനെയാണ് ജലം പ്രവേശിക്കുന്നത്? വിത്തിലെ നാഭിക്ക് സമീപം കാണുന്ന സൂക്ഷ്മ സുഷിരമുണ്ട്. ആ സുഷിരത്തിലൂടെയാണ് ആ വിത്തിന്റെ ഉള്ളിലേക്ക് ജലം പ്രവേശിക്കുന്നത്. അതായത് ആ വിത്തിന്റെ ആ സൂക്ഷ്മ സുഷിരത്തെ അല്ലെങ്കിൽ വിത്തിലെ ആ സൂക്ഷ്മ സുഷിരമാണ് എന്തെന്നറിയപ്പെടുന്നത്? മൈക്രോപൈൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? വിത്ത് മുളയ്ക്കാനായിട്ട് വായു, ജലം, അനുകൂല താപനില വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുളച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശവും മണ്ണും വേണം. ഇനി വിത്തിനുള്ളിലേക്ക് ജലം പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്? മൈക്രോപൈലിലൂടെയാണ്. ഇനി എന്താണ് അപ്പൊ ബീജാങ്കുരണം അഥവാ ജെർമിനേഷൻ ഓഫ് സീഡ്സ്? അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈ ചെടിയായി വളരുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് വിത്തിലെ സൂക്ഷ്മധാരങ്ങളോട് ജലം ഉള്ളിലേക്ക് വരുമ്പോ എന്ത് പറ്റും? വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. അങ്ങനെ വിത്തിനുള്ളിലെ ഭ്രൂണം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. വിത്തിനുള്ള ഭ്രൂണത്തിന് ശ്വസിക്കാനായിട്ട് സാധിക്കും. ബീജാങ്കുരണത്തിന് തുടക്കം കുറിക്കുന്നത് ആരാണ്? ജലമാണ്. ഭ്രൂണത്തിന് ദ്രവ രൂപത്തിലുള്ള ആഹാരം മാത്രമേ ആഗിരണം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ബീജാങ്കരണ ഘട്ടത്തിൽ ഖര രൂപത്തിലുള്ള ആഹാരം എങ്ങനെയാവും? ദ്രവ രൂപത്തിലാക്കുന്നതിന് ജലം അത്യാവശ്യമാണ്. ഇനി എന്താണ് ബീജമൂലം അഥവാ റാഡിക്കൽ? വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബീജമൂലം അഥവാ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പയറെടുത്ത ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇങ്ങനെ ശബ്ദമൊക്കെ ഇരിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഞാൻ പറയുമ്പോൾ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നത് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് എന്ത്? ബീജമൂലം എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ പയറിന്റെ വിത്ത് ഇപ്പൊ നമ്മള് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിയുമ്പോൾ അതിന് ഒരു ചെറിയൊരു വൈറ്റ് കളറിൽ പുറത്തേക്ക് വരുന്നില്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇനി ഈ ബീജമൂലം പിന്നീട് സസ്യത്തിന്റെ വേരായി രൂപാന്തരണം പ്രാപിക്കുന്നു. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത്. ഇത് പിന്നീട് എന്തായിട്ട് മാറുന്നു? കാണ്ഡമായിട്ട് മാറുന്നു. കാണ്ഡഭാഗം വളരുന്നതോടെ ബീജപത്രങ്ങൾ മണ്ണിന് വെളിയിൽ വരുന്നു. ബീജപത്രം മാംസളവും ആഹാര സമ്പുഷ്ടവുമാണ്. പുതിയ ഇലകൾ ഉണ്ടാവുന്നത് വരെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം ബീജപത്രമാണ് നൽകുന്നത്. ബീജപത്രം എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ആ പയറാണ് എടുത്തത്. ആ പയറിന്റെ മണിയിൽ പൊളിച്ചു കഴിയുമ്പോൾ 2 പീസായിട്ട് നിൽക്കുന്നില്ലേ? ആ ഒരു വൈറ്റ് കളറിൽ നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ ബീജപത്രം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ. പയറ് വിത്ത് മുളച്ചു വരുന്നതിന് വിവിധ ഘട്ടങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പയറിന്റെ ആദ്യം തന്നെ പുറത്തേക്ക് വരുന്നത് നമ്മൾ വെള്ളം ചെന്ന് കഴിയുമ്പോൾ ആ നാഭിയിലൂടെ വെള്ളം ചെന്ന് കഴിയുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബീജമൂലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു വേരുകൾ വന്നു. പിന്നെ കണ്ടോ ബീജപത്രം ഏതാണെന്ന് മനസ്സിലായല്ലോ. ആ ബീജപത്രം പിന്നീട് എന്തായിട്ട് മാറുന്നു? ബീജശീർഷമായിട്ട് മാറുന്നു. ഓക്കെ, ഇനി എന്താണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണ്? അപ്പൊ അതെന്താന്ന് പഠിക്കാം നമുക്ക്. വിത്ത് ഒഴികെ ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കായിക പ്രജനനം എന്ന് പറയുന്നത്. വിത്ത് ഒഴികെ ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? കായിക പ്രജനനം എന്ന് പറയുന്നത്. ചന്ദനത്തിൽ പുതിയ തൈച്ചെടികൾ വേര് വഴിയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ശീമപ്ലാവിന്റെ വേരിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. മുളക്, പയർ, വെണ്ട എന്നിവയിൽ വിത്തിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്.
ഇനി അടുത്തത് വിത്ത് വിതരണം എന്താണെന്ന്. ഡിസ്പേഴ്സൽ ഓഫ് സീഡ്. ഒരു മാതൃസസ്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിത്തുകൾ അത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും അകലേക്ക് മാറി മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിച്ച് പുതിയൊരു സസ്യമായി വളരുന്നു. എന്താണ്? മാതൃസസ്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ അത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അകലേക്ക് മാറി മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിച്ച് പുതിയൊരു സസ്യമായിട്ട് വളരുന്നു. ഇനി വിത്ത് വിതരണം എങ്ങനെയൊക്കെ, ഏതൊക്കെ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് വിത്ത് വിതരണം നടക്കുന്നത്? കാറ്റിന്റെ സഹായത്താൽ, പിന്നെയോ പക്ഷി മൃഗാദികളുടെ സഹായത്താൽ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പേരക്കൊക്കെ ഉണ്ടെങ്കിൽ ആ പേരക്ക വവ്വാലൊക്കെ തിന്നിട്ട് എന്ത് ചെയ്യും? മറ്റു സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇടും, അവിടെ ആ പേരത്തൈ മുളയ്ക്കും. ഓക്കെ, അപ്പോൾ പക്ഷി മൃഗാദികളുടെ സഹായത്താൽ. ഇനി പിന്നെയോ വെള്ളത്തിന്റെ സഹായത്താൽ, ഭൂഗുരുത്വാകർഷണത്തിന്റെ സഹായത്താൽ, സ്വയം പൊട്ടിത്തെറിക്കുന്നതിലൂടെ. ഇതിലൂടെയൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? വിത്ത് മറ്റൊരു സ്ഥലത്ത് പോയി മുളയ്ക്കുന്നു. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് ഏതൊക്കെ? അപ്പുപ്പത്താടി, പരുത്തി, മുരിങ്ങ, മഹാഗണി. ഏതൊക്കെയാണ് കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നത്? ആരൊക്കെയാണ്? അപ്പുപ്പത്താടി, പരുത്തി, മുരിങ്ങ, മഹാഗണി. ഓർത്തിരിക്കണം കേട്ടോ. ഇനി ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നത് ഏതൊക്കെയാണ്? തേങ്ങ, ഒതളങ്ങ. ഇതെല്ലാം എന്തിലൂടെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? ജലത്തിലൂടെ. അടുത്തത് പൊട്ടിത്തെറിക്കലിലൂടെ നടക്കുന്നത്, വിത്ത് വിതരണം നടത്തുന്നത് ആരൊക്കെ ആയിരിക്കാം? റബ്ബറും പയറുവർഗ്ഗങ്ങളും. അപ്പൂപ്പന്താടിയുടെ ചിത്രമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് മഹാഗണിയുടെ വിത്ത്, പിന്നെയോ മഹാഗണിയുടെ കായാണ് കാണിച്ചിരിക്കുന്നത്. വെണ്ട, അതുപോലെ തന്നെ തെങ്ങ്, അത്തിപ്പഴം തിന്നുന്ന പക്ഷി, കാശിത്തുമ്പ. അതായത് വിത്ത് വിതരണം നടത്തുന്ന പല സ്റ്റേജസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് കടൽ കടന്നെത്തിയ അതിഥികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? തേയില. തേയില എവിടെ നിന്ന് വന്നതാണ്? ചൈനയിൽ നിന്ന് വന്നതാണ്. കാബേജ് യൂറോപ്പ്, റബ്ബർ കശുമാവ് ബ്രസീൽ, കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നതാണ്? അമേരിക്ക. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് തേയില എവിടെ നിന്നാണ് വന്നത്? ചൈന, ക്യാബേജ് യൂറോപ്പ്, റബ്ബർ കശുമാവ് ബ്രസീല്, കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇതെല്ലാം എവിടെ നിന്നാണ് വന്നത്? അമേരിക്ക. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഏതൊക്കെ രാജ്യത്ത് നിന്ന് ഏതൊക്കെ സാധനങ്ങളാണ് വന്നതെന്നുള്ളത് പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരുന്ന് പഠിക്കാം കേട്ടോ. ലെസണിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം ഏതാണ്? ബീജാങ്കുരണം. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഏതാണ്? ബീജമൂലം. ബീജമൂലം പിന്നീട് സസ്യത്തിന്റെ ഏത് ഭാഗമായി മാറുന്നു? ഏതാണ്? വേര്. അടുത്ത ക്വസ്റ്റ്യൻ, ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗം ഏതാണ്? ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർന്ന് സസ്യത്തിന്റെ ഏത് ഭാഗമായി മാറുന്നു? ഏത് ഭാഗമായിട്ടാണ് മാറുന്നത്? കാണ്ഡം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകൾ ആഹാരം നിർമ്മിക്കാൻ തുടങ്ങുന്നത് വരെ സസ്യത്തിന് ആവശ്യമായ ആഹാരം അല്ലെങ്കിൽ പോഷണം നൽകുന്നത് ആരാണ്? ബീജപത്രം. അടുത്ത ക്വസ്റ്റ്യൻ, നന്ദ്യാർ വട്ടം പുതിയ തൈച്ചെടി ആവുന്നത് ഏത് രീതിയിലാണ്? തണ്ടിൽ നിന്നുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രയോഫില്ലത്തിൽ പുതിയ തൈച്ചെടി ഉൽപാദനത്തിന് സഹായിക്കുന്നത് എന്താണ്? ഇല. ചന്ദനത്തിൽ പുതിയ തൈച്ചെടി ഉണ്ടാവുന്നത് എന്ത് മുഖേനമാണ്? വേര് മുഖാന്തരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ വേര്, തണ്ട്, ഇല ഇവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? കായിക പ്രജനനം എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പുപ്പൻ താടിയിൽ വിത്ത് വിതരണത്തിന് കാരണമാകുന്നത് ഡാഷ് ആണ്. ഏതാണ്? കാറ്റാണ്. വെണ്ടയിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ചിട്ടാണ്. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം ഏതാണ്? അമേരിക്ക. തേയിലയുടെ ജന്മദേശം ചൈന. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്.